എല്ലാവർക്കും നമസ്കാരം. പ്ലംബിംഗ് ട്രേഡിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊത്തുപണിയിൽ ഉപയോഗിക്കുന്ന ടൂളുകളും ഉപകരണങ്ങളും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നു. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാൻ കഴിയും. കൊത്തുപണിയിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കൊത്തുപണിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തിരിച്ചറിയുകയും അവയുടെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. സ്ട്രെയിറ്റ് എഡ്ജ് ലളിതമായി തോന്നുമെങ്കിലും ഒരു മേസൺ ടൂൾ കിറ്റിലെ ഒരു മൾട്ടി ഫങ്ഷണൽ ടൂളാണ് സ്ട്രെയിറ്റ് എഡ്ജ്. ചതുരാകൃതി പരിശോധിക്കുന്നത് അതിന്റെ പ്രാഥമിക പ്രവർത്തനമാണെങ്കിലും നിർമ്മാണ പ്രക്രിയയിലുടനീളം ഇത് ആശ്ചര്യപ്പെടുത്തുന്ന നിരവധി ഉപയോഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഉപരിതലങ്ങളുടെ ഫ്ലാറ്റ്നെസ് വിലയിരുത്തൽ കൂടാതെ എക്സസ് പ്ലാസ്റ്ററിംഗ് നിരപ്പാക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. കൊത്തുപണിയിൽ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. അതിന്റെ കൃത്യതയെ ബാധിച്ചേക്കാവുന്ന വൈകല്യങ്ങൾ, വളവുകൾ അല്ലെങ്കിൽ കേടുപാടുകൾ എന്നിവയ്ക്കായി സ്ട്രെയിറ്റ് എഡ്ജ് പരിശോധിക്കുക. 2. സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവലുകൾ കൊത്തുപണികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണങ്ങളാണ്. കൃത്യമായ അളവുകൾ വാഗ്ദാനം ചെയ്യുന്നു, വിവിധ ജോലികളിൽ കൃത്യത ഉറപ്പാക്കുന്നു. സ്പിരിറ്റ് ലെവലുകളുടെ ചില പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിവുകൾക്കായി ഉപരിതലങ്ങൾ പരിശോധിക്കുന്നു. ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ യൂണിഫോം ലെവലിനായി ഉപരിതലങ്ങൾ പരിശോധിക്കുന്നു. കൊത്തുപണിയിൽ സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ലെവൽ വീഴ്ത്തുകയോ തെറ്റായി കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത്, പ്രത്യേകിച്ച് ഗ്ലാസ് പോലുള്ള ദുർബലമായ വസ്തുക്കളാൽ നിർമ്മിച്ചതാണെങ്കിൽ. ബോട്ട് ലെവൽ. ബോട്ട് ലെവലുകൾ ഒതുക്കമുള്ളതും ഉപയോഗിക്കാൻ എളുപ്പവുമാണ്. ലെവലും വിന്യാസവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾക്കുള്ള മേസൺ വർക്കിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബോട്ട് ലെവലുകളുടെ ചില പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇട്ടതിനു ശേഷം പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ ഫ്ലാറ്റ്നെസ്സോ ഏകീകൃത നിലയോ പരിശോധിക്കുന്നു. ചെരിവുകൾക്കായി ഉപരിതലങ്ങൾ പരിശോധിക്കുന്നു. ഇട്ടതിനു ശേഷം ഇഷ്ടികകളുടെ പരന്നതോ ഏകീകൃത നിലയോ പരിശോധിക്കുന്നു. കൊത്തുപണിയിൽ ബോട്ട് ലെവൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. അസമമായതോ ചരിഞ്ഞതോ മൃദുവായതോ ആയ പ്രതലങ്ങളിൽ ലെവൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇത് അളവുകളുടെ കൃത്യതയെ ബാധിക്കും. പ്ലം ബോംബ്. പ്ലം ബോംബ്, പ്ലം മെറ്റ് എന്നും അറിയപ്പെടുന്നു. ഒരു മേസൺ ടൂൾ കിറ്റിലെ ലളിതവും എന്നാൽ അത്യാവശ്യവുമായ ഉപകരണമാണ്. നിർമ്മാണ പ്രക്രിയയിലുടനീളം ലംബമായ കൃത്യത ഉറപ്പാക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. പ്ലം ബോംബിന്റെ ചില പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇട്ടതിനു ശേഷം ഇഷ്ടികകളുടെ വെർട്ടിക്കൽ അക്യുറസി പരിശോധിക്കുന്നു. മതിലുകളുടെ വെർട്ടിക്കൽ അലൈൻമെന്റ് പരിശോധിക്കുന്നു. കൊത്തുപണിയിൽ പ്ലം ബോംബ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. വെയ്റ്റ് സ്ട്രിങ്ങിൽ സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പ്ലം റൂൾ. ഒരു പ്ലം റൂൾ ടൂൾ പ്ലം ലൈൻ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു ലംബതലം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പ്ലം റൂൾ ടൂളുകൾ ഉപയോഗിക്കുന്നു. കിണറുകളുടെയും ഷാഫ്റ്റുകളുടെയും ആഴം അളക്കുക. മതിലുകളുടെ വെർട്ടിക്കൽ അലൈൻമെന്റ് പരിശോധിക്കുന്നു. കൊത്തുപണിയിൽ പ്ലം റൂൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. അത് സ്ഥാപിക്കുന്ന ഉപരിതലം നിരപ്പാണെന്ന് ഉറപ്പാക്കുക. ബ്ലോക്ക് ട്രോവൽ. ഒരു ബ്ലോക്ക് ട്രോവൽ മേസൺസ് ട്രോവൽ എന്നും അറിയപ്പെടുന്നു. ഇത് ഇഷ്ടികകളിലും കോൺക്രീറ്റ് കട്ടകളിലും മോർട്ടാർ വിതറുന്നതിന് പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ്. ബ്ലോക്ക് ട്രോവലിന്റെ ചില പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. സ്കൂപ്പിംഗ്, മോർട്ടാർ തുല്യമായി പരത്തുക. ഇഷ്ടിക മോർട്ടാർ ബെഡിൽ ശരിയായി പറ്റി നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. എക്സസ് മോർട്ടാർ നീക്കം ചെയ്യുന്നു. ഇറുകിയ ഇടങ്ങൾ യോജിപ്പിക്കാൻ കട്ടകൾ മുറിക്കുക. കൊത്തുപണിയിൽ ഒരു ബ്ലോക്ക് ട്രോവൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ആകസ്മികമായ മുറിവുകളോ പരിക്കുകളോ തടയാൻ ട്രോവൽ ബ്ലേഡിന്റെ മൂർച്ചയുള്ള അറ്റങ്ങൾ ശ്രദ്ധിക്കുക. ജോയിന്റിംഗ് ബോർഡ്. നിർമ്മാണ പ്രക്രിയയിൽ മോർട്ടാർ വീഴുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്ത വിലയേറിയ കൊത്തുപണി ഉപകരണമാണ് ജോയിന്റിംഗ് ബോർഡ്. ഇഷ്ടികകൾക്കിടയിലുള്ള സെമ്മുകൾ നിറയ്ക്കുക. മോർട്ടാർ തുല്യമായി പരത്തുക. മോർട്ടാർ വീഴുന്നത് തടയുക. കൊത്തുപണിയിൽ ജോയിന്റിംഗ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ജോയിന്റിംഗ് ബോർഡ് മോർട്ടാർ ഉപയോഗിച്ച് ഓവർലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഇത് നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും അസമമായ പ്രതലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സ്റ്റീൽ സ്ക്വയർ. കൊത്തുപണിയിലെ നിർണായക ഉപകരണമായ സ്റ്റീൽ സ്ക്വയർ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്നു.
അത് തികഞ്ഞ 90 ഡിഗ്രി കോണുകൾ ഉണ്ടാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇഷ്ടികകൾക്കും ബ്ലോക്കുകൾക്കുമായി കൃത്യമായ കട്ടിംഗ് ഗൈഡുകൾ. കൊത്തുപണിയിൽ സ്റ്റീൽ സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. സ്റ്റീൽ സ്ക്വയർ അതിന്റെ കൃത്യതയെ ബാധിച്ചേക്കാവുന്ന വൈകല്യങ്ങൾ, വളവുകൾ അല്ലെങ്കിൽ കേടുപാടുകൾ എന്നിവ പരിശോധിക്കുക. ഗേജ് റോഡ് അല്ലെങ്കിൽ റൂൾ. ഗേജ് റോഡ് എന്നത് കൊത്തുപണിയിലെ ഒരു അടിസ്ഥാന ഉപകരണമാണ്. വിവിധ ജോലികളിൽ വൈവിധ്യവും കൃത്യതയും നൽകുന്നു. ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മതിലുകളുടെ കനം പരിശോധിക്കുക. സീൽ ലെവലും സ്പ്രിംഗ് ലെവലും പരിശോധിക്കുക. കൊത്തുപണിയിൽ ഗേജ് റൂൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. അരികുകളോ അടയാളങ്ങളോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ റൂൾ ഉപേക്ഷിക്കുകയോ തെറ്റായി കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത്. ലൈനുകളും പിന്നുകളും. കൊത്തുപണിയിൽ കൃത്യത, വിന്യാസം, ശരിയായ ലേഔട്ട് എന്നിവ കൈവരിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളാണ് ലൈനുകളും പിന്നുകളും. ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇഷ്ടികകളോ ബ്ലോക്കുകളോ അലൈൻ ചെയ്യുന്നതിനുള്ള ഒരു വിഷ്വൽ ഗൈഡായി നന്നായി അലൈൻ ചെയ്ത മതിലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ഗൈഡായി ഉപയോഗിക്കുന്നു. കൊത്തുപണിയിൽ ഒരു ലൈൻ, പിൻ എന്നിവ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ലൈൻ ശക്തവും ഡ്യൂറബിളുമാണെന്ന് ഉറപ്പാക്കുക. പിന്നുകൾ വളവുകളോ ബ്രേക്കുകളോ ഇല്ലാത്തതും നേരായതുമാണെന്ന് ഉറപ്പാക്കുക. കോർണർ ബ്ലോക്കുകൾ. തടി കൊണ്ടുള്ള കോർണർ ബ്ലോക്കുകൾ പല ആവശ്യങ്ങൾക്കായി കൊത്തുപണികളിൽ പതിവായി ഉപയോഗിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്നവ കെട്ടിടങ്ങളുടെ മൂലകൾ ശരിയായി വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദുർബലമായ സന്ധികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു ഗൈഡായി ഉപയോഗിക്കുന്നു. കൊത്തുപണിയിൽ ഒരു കോർണർ ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ബ്ലോക്കുകൾ ഉപേക്ഷിക്കുകയോ തെറ്റായി കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത്. ടിങ്കിൾ പ്ലേറ്റ്. ലൈനുകൾ തൂങ്ങുന്നത് തടയാൻ കൊത്തുപണികളിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മെറ്റൽ പ്ലേറ്റാണ് ടിങ്കിൾ പ്ലേറ്റ്. അത് ഉപയോഗിക്കുന്നു. ഒരു വരിയുടെ സാഗിംഗ് ശരിയാക്കാൻ കൊത്തുപണിയിൽ ടിങ്കിൾ പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. കറയോ നാശമോ തടയാൻ അധിക മോർട്ടാർ അല്ലെങ്കിൽ ഗ്രൗട്ട് ഉടനടി നീക്കം ചെയ്യുക. ബോൾസ്റ്ററുകൾ. ബോൾസ്റ്ററുകൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി കൊത്തുപണികളിൽ ഉപയോഗിക്കുന്നു. ഇഷ്ടിക മുറിക്കൽ, മോർട്ടാർ ബെഡുകൾ മുറിക്കുന്നു. പ്രിക്കോഷൻ. കൊത്തുപണിയിൽ ഒരു ബോൾസ്റ്റർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ആകസ്മികമായ പരിക്കുകൾ തടയാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബോൾസ്റ്റർ അടിക്കുക. ക്ലബ് ചുറ്റിക. ക്ലബ് ചുറ്റികകൾക്ക് ഒരു ചെറിയ ഹാൻഡിലും ചെറിയ തലയുമുണ്ട്. ഇഷ്ടികകൾ മുറിക്കാൻ ഒരു ബ്ലാസ്റ്ററിനൊപ്പം ഉപയോഗിക്കുന്നു. സന്ധികളിൽ നിന്ന് മോർട്ടാർ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. കൊത്തുപണിയിൽ ക്ലബ് ചുറ്റിക ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. ഹാൻഡ് ഹെഡുമായി ആകസ്മികമായ സമ്പർക്കം ഒഴിവാക്കാൻ നിങ്ങളുടെ കൈകൾ സ്ട്രൈക്കിംഗ് സോണിൽ നിന്ന് മാറ്റിവെക്കുക. സ്കെച്ച് ചുറ്റിക. ഇഷ്ടികകൾ മുറിക്കുന്നതിനും മോർട്ടാർ നീക്കം ചെയ്യുന്നതിനും ഇഷ്ടികകൾ സെറ്റ് ചെയ്യുന്നതിനും കൊത്തുപണികളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതിന്റെ ഉപയോഗം ഒരു ഇഷ്ടിക അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ട്രിം ചെയ്യുക അല്ലെങ്കിൽ മുറിക്കുക. ഇഷ്ടികകൾ പ്രതലങ്ങളിൽ നിന്ന് പഴയതോ അധികമോ ആയ മോർട്ടാർ നീക്കം ചെയ്യുക. കൊത്തുപണിയിൽ ഒരു സ്കെച്ച് ഹാമർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ, കൃത്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ മുൻകരുതൽ എടുക്കണം. വളരെ ബലമായി ചുറ്റിക വീശുന്നത് ഒഴിവാക്കുക. കാരണം ഇത് കൃത്യമല്ലാത്ത സ്ട്രൈക്കുകളിലേക്ക് നയിച്ചേക്കാം. ഇവയെല്ലാം എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കൊത്തുപണിയിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.